ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ബേബി ഹെഡ് ബാൻഡ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ബേബി ഫ്രോക്കിൻ്റെ പിന്നെ ഷൂസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടില്ല, പക്ഷേ വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം. അപ്പോൾ ഇതിന് ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം 6 ചെയിൻ ചെയ്യണം. 6 ചെയിൻ ചെയ്യുമ്പോൾ 1 2 3 4 5 6 6 ചെയിൻ ചെയ്ത് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ചെയിനിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം, ആദ്യത്തേൽ കേട്ടോ. അപ്പോൾ നമുക്കൊരു റൗണ്ടായിട്ട് കിട്ടും. പിന്നെ ഇതൊരു ഫ്ലവർ ബേസ്ഡ് ഹെയർ ബാൻഡാണ്. അപ്പോൾ നമ്മൾ കുറേ പെറ്റൽസ് ഉണ്ടാക്കി ഓരോ ഫ്ലവർ വെച്ചിട്ടുണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോളിലോട്ടാണ് നമ്മൾ ബാക്കി എല്ലാ സ്റ്റിച്ചുകളും ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ചെയ്യേണ്ടത് 2 ചെയിൻ. അപ്പോൾ 2 ചെയിൻ 1 2 2 ചെയിൻ ചെയ്തതിന് ശേഷം ആ ഹോളിലേക്ക് DC ചെയ്യണം. 2 DC ഹോൾ കാണുന്നില്ല, അതാ അവിടെയാണ് ഹോൾ. ഓക്കെ, അതിലേക്ക് അപ്പോൾ ഫസ്റ്റ് DCയിൽ യാൻ ഓവർ ചെയ്ത് യാൻ പുറത്തേക്ക് എടുത്ത് ഒന്നും കൂടി യാൻ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ ഉള്ളിലേക്കൂടെ എടുത്ത് പിന്നെ ബാക്കി 2 എണ്ണം വരും. പിന്നെ അത് യാൻ ഓവർ ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്കൂടെ എടുത്തു. അപ്പോൾ ഫസ്റ്റ് DC ആയി. ഇനി സെക്കൻഡ് DC അതേപോലെ യാൻ ഓവർ ചെയ്ത് നടുവിലൂടെ എടുത്ത് പിന്നെ അത് യാൻ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ ഉള്ളിലെ കൂടെ എടുത്ത് പിന്നെ ബാക്കി 2 എണ്ണം വരും, അതിൻ്റെ ഉള്ളിലേക്കൂടെയും കൂടെ ഇട്ട് അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ വീണ്ടും ചെയ്യാം. 1 2 എന്നിട്ട് പിന്നെ ഇതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ചാണ്. അപ്പോൾ യാൻ പുറത്തേക്കെടുത്ത് അതിന് യാൻ ഓവറൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് അതിനെ പുറത്തേക്കെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പെറ്റൽ കിട്ടും. ഇതുപോലെ 5 പെറ്റലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പെറ്റൽ കിട്ടി. ഇനി അടുത്തതും സെയിം സ്റ്റെപ്പാണ്. 2 ചെയിൻ ചെയ്യുക. പിന്നെ യാൻ ഓവർ ചെയ്ത് സെയിം ഹോളിലേക്ക് ഇട്ട് പിന്നെ വീണ്ടും യാൻ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ ഉള്ളിലെ കൂടെ ഇട്ട് പിന്നെ വീണ്ടും യാൻ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ ഉള്ളിലെ കൂടെ എടുക്കാം. അപ്പോൾ ഒരു DC ആയി. സെയിം വേ അതിലെ കൂടെ എടുത്ത് യാൻ ഓവർ ചെയ്ത് പിന്നെ 2 എണ്ണത്തിൻ്റെ ഉള്ളിലെ കൂടെ എടുത്ത് വീണ്ടും യാൻ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ ഉള്ളിലെ കൂടെ എടുക്കാം. പിന്നെ 2 ചെയിൻ ചെയ്യാം. പിന്നെ അതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇപ്പോൾ 2 പെറ്റലായി. ഇനി ഇതുപോലെ 5 പെറ്റൽ ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ കംപ്ലീറ്റ് ആയി. കണ്ടില്ലേ? ഇത് 2 സൈഡ് കുറച്ച് ഹാങ്ങിങ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് ആക്കിയത്. ഇനി നമുക്ക് 46 ചെയിൻ ചെയ്യണം. അതായത് ആ ബാൻഡിനുള്ള ലെങ്ത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ 46 ചെയിൻ ചെയ്യാം. 46 ചെയിൻ ചെയ്യാൻ
നമുക്കറിയില്ല. അപ്പം ചെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോ നോക്കാം കേട്ടോ. ചെയിൻ ചെയ്തിട്ട് കാണാം ബാക്കി. ഇങ്ങനെ 46 ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ 46 ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടാകുമ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് 6 ബാക്കിലോട്ട് വന്നിട്ട് 6ാമത്തേൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇതിൽ മെയിനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക, പിന്നെ 2 ചെയിന്, പിന്നെ 2 DC 2 ചെയിൻ, അതുതന്നെയാണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ. ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വേണം പെറ്റൽസൊക്കെ ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് നമ്മളൊരു റൗണ്ട് ഫോമിലേക്ക് ആക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ കണ്ടോ ഒരു റൗണ്ട് ഫോമായിട്ട് കിട്ടിയത്. ഈ ത്രെഡിൻ്റെ ഇത് കുറച്ച് ഇളകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ത്രെഡ് ഇങ്ങനെ ഇളകി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അടക്ക്. ഇനി 2 ചെയിൻ ചെയ്യുക. പിന്നെ yarn over ചെയ്ത് 1 DC. പിന്നെ അടുത്തത് വീണ്ടും 1 DC ചെയ്യാനില്ലേ. അപ്പോൾ yarn over ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് പിന്നെ വീണ്ടും 2 ഉള്ളിലൂടെ എടുത്ത് ഇപ്പോൾ 2 DC ആയി. ഇനി 2 ചെയിൻ ചെയ്യുക. പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നടുവിലേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച്, അത് വിട്ട് പോകണം. നടുവിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുമ്പോൾ നമുക്ക് ഒരു പെറ്റിൽ കിട്ടി. കണ്ട, നല്ല അടിപൊളി പെറ്റിൽ. നിങ്ങൾക്കിപ്പോൾ ഞാൻ കുറച്ച് തടിച്ചതൊക്കെ ആക്കിയാൽ ഈ ബാൻഡ് കുറച്ചും കൂടി വലിയ സൈസാവും. പിന്നെ ഫ്ലവേഴ്സ് കൂട്ടിക്കൊടുത്താൽ കുറച്ച് വലിയ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റും. ഇപ്പം ഞാൻ ചെറിയ ബേബിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അടുത്ത പെറ്റിൽ അതേപോലെ 2 ചെയിൻ ചെയ്യുക. yarn over ചെയ്ത് ഇത് പുറത്തേക്ക് എടുത്ത് വീണ്ടും 2 ഉള്ളിലേ എടുത്ത് ഈ 2 ഉള്ളിലേ എടുത്ത് പിന്നെ വീണ്ടും yarn over ചെയ്ത്. കുട്ടികളുടെ എന്ത് ചെയ്യുമ്പോൾ നല്ലൊരു അട്രാക്ഷനല്ലേ ചെയ്ത് കഴിഞ്ഞ് കാണാൻ. ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയൊരു സാധനമൊക്കെ ഫിറ്റ് ചെയ്ത് ആക്കി കൊടുക്കും. അത് ഡ്രസ്സായാലും ശരി, എന്തായാലും ശരി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് അതേപോലെ ബാക്കി ഇനി 3 പെറ്റൽസും കൂടെ ചെയ്യും കേട്ടോ. ചെയ്യാൻ എളുപ്പമല്ലേ. നിങ്ങളൊന്ന് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തടുത്താണ് ബാക്കി ഫ്ലവേഴ്സൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം 6 ചെയിൻ ചെയ്യാം. ഓവർലാപ്പ് പോലെ ആയിരിക്കും. ഇനി ബാക്കി 6 ഇതേപോലത്തെ ഫ്ലവർ നമ്മൾ അടുപ്പിച്ച് വെക്കും. അതായത് ഹെഡിൻ്റെ മിഡിലോട്ട് ആ ഒരു ഫ്ലവേഴ്സൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 6 ചെയിൻ ചെയ്തതിന് ശേഷം വീണ്ടും ആ ഫസ്റ്റിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടും. ആ ഫസ്റ്റ് ഇതിലേക്ക് പ്രൊസീജിയറൊക്കെ സെയിമാണ്. ഒന്നും അധികം ഇതാക്കാനോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ളതൊന്നുമില്ല.
ഇനി ഈ മിഡിലോട്ട് നമ്മൾ വീണ്ടും പണി തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് വീണ്ടും എല്ലാ സ്റ്റെപ്പൊക്കെ സെയിമാണ്. ഓക്കെ, 2 ചേഞ്ച് ചെയ്യാം. പിന്നെ yarn over ചെയ്ത് 2 DC ഉള്ളിലേക്കിട്ട് ഇവിടെ ഔട്ട് ഓഫ് ഫോക്കസ് ആകുന്നുണ്ടല്ലേ. അടുത്തതിൽ നോക്കാം. ആ ഞാൻ വലിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ചിലപ്പം അതിൽ കറക്റ്റായിട്ട് കൊണ്ടില്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി എടുത്ത് ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റേത് അങ്ങനെ പറ്റി. അപ്പോൾ ഫസ്റ്റ് DC ആയി. ഇനി അടുത്തത് yarn over ചെയ്ത് yarn എടുത്ത് പിന്നെ വീണ്ടും yarn over ചെയ്ത് 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ എടുത്ത് അപ്പോൾ വീണ്ടും 2 എണ്ണം ബാക്കി അതിൻ്റെ ഉള്ളിലേക്കൂടി എടുത്തു. പിന്നെ ചേഞ്ച് ചെയ്യാം, 2 ചേഞ്ച് ചെയ്യാം. പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഇതിലൊക്കെ കിട്ടിയ പോലെ ഫസ്റ്റ് പെറ്റൽ കിട്ടി. ഞാൻ വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ അത് വേറെ എവിടെയെങ്കിലും കുടുങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ആ ഒരു ഇതിൽ ഫ്ലവർ വരില്ല, പിന്നെ അത് നിവർന്നൊന്നും നിൽക്കില്ല. എന്നിട്ട് എടുത്ത് പിന്നെ വീണ്ടും അതേ ഹോളിൽ തന്നെ ബാക്കി 5 പെറ്റൽസ് ചെയ്യും. ഓക്കെ, രണ്ടെണ്ണം കൂടി കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ആദ്യം അടുത്തൊരു പെറ്റലും കൂടെ കാണിച്ചു തന്നാൽ നമുക്ക് ഏകദേശം അറിയല്ലോ വിചാരിച്ചിട്ടാണ്. ക്യാമറയുടെ കറക്റ്റ് എനിക്ക് അങ്ങ് സെറ്റായില്ല, അതുകൊണ്ടാണ് ആ ഒരു സൂമിനും സൂം ഔട്ടൊക്കെ ആവുന്നത്. അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് കണ്ടുപിടിച്ച് അടുത്ത വീഡിയോയിലേക്ക് ഞാൻ അതൊന്ന് റെഡിയാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതെടുത്തിട്ട് യൂസ്ഡ് അല്ലല്ലോ, അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല ചെയ്യുന്നതിൻ്റെ, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഒന്ന് നിങ്ങൾ ക്ഷമിച്ചാൽ. ഇപ്പോൾ രണ്ടാമത്തെ പെറ്റലായി. അതുപോലെ ബാക്കി 5 പെറ്റൽ ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് കൊടുത്താൽ അത് നല്ല വൃത്തിക്ക് നിൽക്കും, അല്ല എല്ലാം മേലെയായിട്ട് വരും കേട്ടോ. ഇതാ 2 പെറ്റൽ ഞാൻ ചെയ്തു. ഇതുപോലെ നമുക്ക് ഇനി ബാക്കി 4 പെറ്റൽ വേണം. അപ്പോൾ 4 അല്ല അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ആദ്യം നമ്മൾ 6 ചേഞ്ച് ചെയ്യും. 6 ചേഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും ആ മിഡിലോട്ട് ഫസ്റ്റിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുമ്പോൾ നമുക്ക് വീണ്ടും റൗണ്ട് കിട്ടും. പിന്നെ വീണ്ടും 2 DC 2 ചേഞ്ച് ചെയ്യാം. അത് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അപ്പോൾ ഒരു പെറ്റൽ കിട്ടി. അങ്ങനെ 5 പെറ്റൽ. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറായി. അങ്ങനെ 6 ഫ്ലവർ നമുക്ക് ചെയ്യണം. സിമ്പിളാണ്.
ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ബാക്കി ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇതുപോലെ ചെയ്ത് ഇതിങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് അതിൽ കാണുക കേട്ടോ. അപ്പം അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതായിപ്പോൾ ഞാനിപ്പോൾ 6 ഫ്ലവർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ അതിൽ കൂടുതലാക്കണമെങ്കിൽ നിങ്ങൾക്ക് അതാക്കാം കേട്ടോ. ഞാനിപ്പോൾ 6 ആവുമ്പം ഹെഡിൻ്റെ മിഡിലോട്ട് ആ ഒരു ഫ്ലെയറായിട്ട് നിൽക്കും. അതുകൊണ്ട് ഞാൻ 6 വെച്ച് നിർത്തി. ഇനി എന്താ വെച്ചാൽ നിങ്ങൾ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ, എത്ര ഫ്ലവറാണോ വേണ്ടത് വെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 46 സ്റ്റിച്ച്, അതായത് ഫസ്റ്റ് നമ്മൾ ഫ്ലവർ ചെയ്ത് 46 സ്റ്റിച്ച് ചെയ്തില്ല, അതായത് അതിൻ്റെ ആ ലെങ്ത്ത്, ബാൻഡിൻ്റെ ലെങ്ത്തിന് വേണ്ടിയിട്ടാണ്. അതും നിങ്ങൾക്ക് ചെയിൻ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറക്കാം. അപ്പോൾ ഇതാ 46 ചെയിന് റെഡി ആയിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 6ാമത്തേലേക്ക് വീണ്ടും നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ, അതേപോലെ 6th 1 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് വീണ്ടും അതിലേക്ക് ഫ്ലവർ ആക്കും. അപ്പോൾ ഇത് കൗണ്ട് ചെയ്ത് 1 2 3 4 5 6 6th 1 സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ ഞാൻ ഓവറൊന്നും ചെയ്യണ്ട. ഡയറക്റ്റ് സ്ലിപ്പ് എടുത്ത് ഈ ഫസ്റ്റ് ലൂപ്പിൻ്റെ അതിലേക്ക് കൂടി എടുത്താൽ സ്ലിപ്പ് സ്റ്റിച്ച് അയക്കണ്ട. ഇനിയിപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്ത പോലെ ഇതിലേക്ക് ചേഞ്ച് ചെയ്യാം. 2 ചേഞ്ച് ചെയ്തതിന് ശേഷം 2 DC ഇതിലോട്ട് തന്നെ 2 DC ചെയ്യാം. പിന്നെ വീണ്ടും 2 ചേഞ്ച് ചെയ്യാം, സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അങ്ങനെ നമുക്ക് വീണ്ടും 5 പെറ്റൽ വരെയാക്കാം. ഇത് യാനിനനുസരിച്ചാണ് ഈ ഫ്ലവറിൻ്റെ സൈസ് കൂടും ചെറുതാവും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ഇത് ത്രെഡ് എടുത്തത് കാരണം അത് കുഞ്ഞിപ്പൂവാണ് കാണാൻ. ഇപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കട്ടിയിലെ ത്രെഡൊക്കെ എടുത്താൽ അതിനനുസരിച്ച് യാനും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഫ്ലവറൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, പക്ഷെ ചെറുതല്ലേ കാണാൻ ക്യൂട്ട്, അതുകൊണ്ട് ഞാൻ ചെറുതെടുത്തതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 DC ആയി. ഇനി 2 ചേഞ്ച് ചെയ്യുക, പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ ഫസ്റ്റ് പെറ്റൽ വീണ്ടുമായി. അതുപോലെ ഇനി ബാക്കി 4 പെറ്റൽസും കൂടെ ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഫൈനലായി. എപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ചെയിൻ ചെയ്തിട്ട് വേണം ഇത് ക്ലോസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫൈനലി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഒരു ചെയിനും കൂടെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഈ ബാക്കി വരുന്ന ത്രെഡിനെ കയറ്റി കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ആ ത്രെഡങ്ങ് വെട്ടിക്കളയാം, 2 ഭാഗത്തെ ത്രെഡും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെഡ് ബാൻഡിൻ്റെ പരിപാടി. കാണാൻ നല്ല ഭംഗിയില്ലേ? ആ ഫ്ലവറൊക്കെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത പോലെ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായി വരുമ്പോൾ അതിന് നല്ല രസമാണ് കാണാൻ. ഇതാണ് 2 സൈഡ് തയ്യാനും കട്ട് ചെയ്ത് അതിനങ്ങ് സെറ്റാക്കി വെച്ച്. ഫൈനലൊക്കെ അടിപൊളിയില്ലേ? ഇഷ്ടമായോ? ഇത്രയേ ഉള്ളൂ പണി. ചെറിയ സമയം കൊണ്ട്
അടിപൊളി. അപ്പോൾ നിങ്ങൾ സാധിച്ചെങ്കിൽ ചെറിയ കുട്ടികൾക്ക് കാണാൻ പോകാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനത്തെ ഇതൊക്കെ ആക്കി ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അല്ല, വീട്ടിൽ കുട്ടികൾക്കാണെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.